സ്നേഹം, പ്രേമം എല്ലാം ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒന്നേ ഉള്ളൂ. കൃഷി കണ്ടാ കമ്പോസ്റ്റ് സെറ്റ് നമ്മൾ ഇട്ടേക്കും അതിനകത്ത്. ഇപ്പോഴാണ്ട് തനി നാടൻ കമ്പോസ്റ്റ് ഉണ്ടോ. ഇത് കമ്പോസ്റ്റാക്കി നമ്മളിത് ഏറ്റവും കൂടുതൽ ഇടുന്ന ഇതാണ്. സകല ഓല പാള നമ്മളതിലുള്ള എന്തോന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളിലേക്ക് കൊണ്ടിട്ട് വെട്ടി അരിഞ്ഞാണ്ട് ഈ സാധനം കിട്ടുന്നത് വെട്ടി അരിഞ്ഞ ഒരു തടി എല്ലാം പപ്പടം അതിൻ്റെ പേരില്ല. ഇത് ബാറ്ററിയുടെ സോളാറ് സർക്കാരിൻ്റെ വിഷയം കൊണ്ട് പന്നി ബാക്കി ശല്യങ്ങളുണ്ടാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് സോളാർ നെറ്റാണ് അടിച്ചേക്കുന്നത്. സോളാർ നെറ്റ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ്ട് 2 മാസം കഴിയുമ്പോൾ കമ്പോസ്റ്റ് ആവുകയും ചെയ്യും. വെള്ളം നനയ്ക്കും. ഇപ്പോൾ എൻ്റെ കൃഷിയിടത്തിലെ കമ്പോസ്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ചോദിക്കും. ഇരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കോഴിവളം തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കും. കാരണം അതിനകത്ത് നമ്മൾ ഈ അറക്കപ്പൊടി ഒന്നുമില്ല. മലയാളികളത് കൊള്ളത്തില്ല. മൊത്തം അറക്കപ്പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പിന്നെ ഇതിൽ ചാണകം കുറച്ച് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് വെള്ളം അടിച്ച് നനച്ച് ഒരു 4-5 മാസം ആകുമ്പോൾ തന്നെ ഇര ഇത് ഉണ്ടായി. ഇരയെ കൊണ്ടുവരണമെന്നൊക്കെ ആൾക്കാർ പറയും. ചുമ്മാ അതൊന്നും അറിയത്തില്ല. ഇരയൊന്നും കൊണ്ടുവരുന്നൊന്നും വേണ്ട. ഇരയൊക്കെ തന്നെ ഇത് ഉണ്ടാവും. പിന്നെ ഇത് കുണ്ടളപ്പുഴു ഉണ്ടാവും. അത് നമ്മൾ കാക്ക എന്ന് വിളിക്കുമ്പോഴത്തേക്ക് കാക്കകൾ വരും. ഇത് പറക്കിയിട്ട് കൊടുക്കും. അവിടെ കൂടെ ഇല കുറച്ച് ഈ കാട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാടെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ കമ്പോസ്റ്റ് ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് കാടുണ്ടാവും. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഉപകാരം പറഞ്ഞാൽ ഇതിനെ നമ്മൾ മറ്റുള്ള പണിക്ക് ഉപയോഗിക്കും. അതിൻ്റെ മെത്തേഡ് ഞാൻ നമ്മൾ ഈ ചെയ്യുന്ന കണ്ട ഇതിപ്പോൾ ഒരു ചേനയാണ്. നമ്മളിത് വെട്ടി പറിച്ച് എല്ലാം ഇട്ടിട്ട് ഇതിനെയും കൂടി വാരിയാണ്ട ഇതിങ്ങനെ അങ്ങോട്ട് അടുപ്പിച്ച് വേണ്ട ഇത് അടുപ്പിച്ച് മണ്ണും കൂടി അടിക്കുകയാണെങ്കിൽ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് വളമായി. കാരണം ഈ ഇത്രയും കമ്പോസ്റ്റ് വളർന്നു വരുന്നതുകൊണ്ട് നല്ല ഇതാണ്. പശുവിനെ കൊടുത്തതിന് ഇഷ്ടം പോലെ പാലും കാര്യങ്ങളും ഉണ്ടാവും. അത് നല്ല ഇതാണ് വേണ്ട. അപ്പോൾ ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്ത് ഇത്രയും പറിച്ച് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചുമ്മാതെ വാരി ഇട്ടതാണ് ഈ ചീര നമ്മളെ പോവുകയും എല്ലാം പിഴുത് കളയും. കൂവ കയറി വരണം എന്തോണം ഇതെല്ലാം പറിച്ചു ഒതുക്കണം. അപ്പോൾ അത് പറിച്ചു ഒതുക്കി അപ്പോൾ ലോങ് വീഡിയോ പോകുന്നു. നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൃഷിയെ സ്നേഹിക്കണം. കൃഷി എന്ന് പറഞ്ഞാൽ നാളെ നമ്മളെ എന്താ പറയുക രുചിയുള്ള ആഹാരമാണ് മെയിൻ വലുത്. ആഹാരം നമ്മൾ വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നുണ്ടാണ് നമുക്ക് പലവിധ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2.20 അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.